നാളെ രാവിലെ നമുക്കൊരു ഓട്ടം ഉണ്ട്. വെളുപ്പിനെ 4 മണിക്ക് വണ്ടി കൊടുക്കണം. ഇപ്പം ഡീസൽ അടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഗ്യാപ്പിട്ട് നിർത്തി ഡീസൽ അടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഓസ് മടങ്ങിയൊന്നും കിടക്കത്തില്ല. അപ്പം ഒരുപാട് അടുപ്പിച്ച് നിർത്തിയൊന്നും ഡീസൽ അടിക്കുന്നത് നല്ലതല്ല. അപ്പം നമ്മളിപ്പം 3000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് അപ്പോൾ എന്നിട്ട് നമ്മൾ വണ്ടി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ഈ കഴുകുന്നത് ഈ വണ്ടിയുടെ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഏരിയകളിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ കാണാത്ത ഏരിയകളിലുണ്ട് ഇതിൻ്റെ മുകൾ വശം. അപ്പോൾ അവിടെ നമ്മൾ കയറി ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയ കച്ചടകളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കരിയിലകളൊക്കെ കിടന്നു കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കരിയിലകളാവും. ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് പാച്ച് വർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വണ്ടിയൊക്കെ ക്ലീനാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വണ്ടി കഴുകി നമ്മൾ സുന്ദരക്കുട്ടപ്പനാക്കിയൊക്കെ ഇട്ട് എന്നിട്ട് നേരത്തെ കിടക്കണം. അപ്പം 4 മണി ആവാറായപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി കൊടുത്ത് 5 മിനിറ്റ് മുന്നേ നമ്മൾ വണ്ടി കൊടുത്തു. അപ്പം നമ്മളിവിടെ 4-നെയൊക്കെ എടുത്ത് നേരെ ആറ്റുകാൽ ലക്ഷ്യമാക്കി പോയി. ഏതാണ്ട് 4:30ക്ക് അവിടെ നിന്ന് വിട്ട് 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആറ്റുകാൽ വന്നു. വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൽ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് അപ്പം റോഡിൽ നമ്മൾ ആളിനെ ഇറക്കിയിട്ട് നേരെ ഹോമിയോ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് അവിടെ പോയി. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് അങ്ങനെ നേരെ നമ്മൾ രാവിലത്തെ കാപ്പി കുടിക്കാനുള്ള കട അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കട കണ്ട് അതിനടുത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് 4 ദോശയും ഇച്ചിരി ചമ്മന്തിയൊക്കെ മേടിച്ച് കഴിച്ചു. പഴയ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങി. ഇപ്പം കാരണമെന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാണ്ട് ക്യൂ നിന്നായിരിക്കും തൊഴുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പഴവങ്ങാടി നമ്മുടെ ശ്രീ ഗണപതി ക്ഷേത്രത്തിലോട്ട് പോയി. അവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് കരിക്കകം ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ വലിയ റഷൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ പ്രത്യേകത ഉണ്ട്, ഇവിടെ പാദരക്ഷകൾ ഇടരുത്. അപ്പോൾ അതിന് ചുറ്റും മൊത്തം പാദരക്ഷകളാണ്. എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് 1 മണിയായപ്പോഴത്തേക്ക് നമ്മൾ വിശക്കുന്നെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ സമയത്ത് ആഹാരം കഴിക്കുന്നതാണ് നല്ല ഡ്രൈവർമാർക്ക്. അപ്പം നമ്മൾ ഈ ഡ്രൈവർമാർക്ക് ഒട്ടുമിക്ക ഡ്രൈവർമാർക്കും സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പം 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടം കഴിഞ്ഞ്. അപ്പം നമ്മൾ വണ്ടിക്കകമൊക്കെ ഒന്ന് നോക്കുകയാണ്. ഓട്ടം കഴിഞ്ഞിട്ട് വലിയ കച്ചടകളൊന്നുമില്ല. ചില ഓട്ടങ്ങൾ പോയാൽ ഇതുപോലെയാണ്, അവർ കഴിക്കുന്നതും തിന്നുന്നതും ഒക്കെ അവർ തന്നെ കൊണ്ടുപോയി കളയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു.